സ്വർണം വാങ്ങാൻ ഇന്ന് തന്നെ പോകാം. കേരളത്തിലെ സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. സവർണത്തിന് 1,14,080 രൂപയിൽ നിന്ന് 1,13,080 രൂപയിലേക്കാണ് വില കുറഞ്ഞിരിക്കുന്നത്. അതായത് 1000 രൂപയുടെ ഇടിവാണ് ഇന്ന് സംഭവിച്ചത്. ഗ്രാമിന് 124 രൂപ കുറഞ്ഞ് 14,135 രൂപയിലേക്കും വിലയെത്തി. കഴിഞ്ഞ ദിവസം 14,260 രൂപയായിരുന്നു 1 ഗ്രാം സ്വർണത്തിന്റെ വില. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ കാരണം സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. വില കുറയുന്നതും കൂടുന്നതും ഇപ്പോൾ നിത്യസംഭവമായി മാറിയിരിക്കുന്നു. കേരളത്തിൽ വിവാഹ സീസൺ ആരംഭിച്ചതിനു ശേഷം വീണ്ടും റെക്കോർഡ് നിരക്കുകളിലേക്കാണ് സ്വർണം കുതിച്ചത്. ഇതോടെ പലരും റെന്റൽ ആഭരണങ്ങളിലേക്ക് ചുവടുമാറ്റി. സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച് വിവാഹത്തിനെത്തുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനി സ്വർണ്ണവിലയിൽ വലിയ ഇടിവ് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഡോളറിന്റെ മൂല്യത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് നിലവിൽ രാജ്യാന്തര വിപണിയെ പ്രതിസന്ധിയിലാഴ്ത്തുന്നത്. ഇത് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കുന്നു. ഡോളറിലാണ് സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നത് എന്നതിനാൽ US പണപ്പെരുപ്പം, പലിശ നിരക്കുകൾ, ഡോളറിന്റെ മൂല്യം തുടങ്ങി വിവിധ ഘടകങ്ങൾ സ്വർണ്ണവിലയെ നേരിട്ട് സ്വാധീനിക്കുന്നു. മാത്രമല്ല, രാജ്യാന്തര നയങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധം, ഓഹരി വിപണിയിലെ മാറ്റങ്ങൾ, ക്രൂഡ് ഓയിൽ വിലയിലെ മാറ്റങ്ങൾ, രൂപയുടെ മൂല്യത്തിൽ സംഭവിക്കുന്ന കയറ്റിറക്കങ്ങൾ, ലോക നേതാക്കളുടെ പ്രഖ്യാപനങ്ങൾ തുടങ്ങിയ ഘടകങ്ങളും സ്വർണ്ണവിലയിൽ നിർണായകമാണ്. ഇന്ത്യയിലിപ്പോൾ സ്വർണത്തിന് വലിയ ഡിമാൻഡുള്ള സമയമാണ്. വിവാഹ സീസൺ വന്നെത്തിയതിനു പുറമെ അക്ഷയതൃതീയ പോലുള്ള ആഘോഷങ്ങളും സ്വർണ്ണാഭരണങ്ങളുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ അക്ഷയതൃതീയയ്ക്ക് കൂടുതൽ ആളുകൾ ജ്വല്ലറികളിലേക്ക് എത്തില്ലെന്ന വിലയിരുത്തലുമുണ്ട്.